Say my name. Rashford. Marcus Rashford, bro. Out of everybody, Marcus Rashford. This version of Rashford ഞങ്ങൾ ഫെമിലിയർ അല്ലായിരുന്നു. താങ്ക് യു മാർക്കസ് റാഷ്ഫോർഡ് ഫോർ സേവിങ് ബാർസലോണ. ഇന്നലെ രണ്ട് കിട്ടില്ല ഗോളുകൾ മാർക്കസ് റാഷ്ഫോർഡിന്റെ ഗോളുകളിലൂടെ ബാർസലോണ 2-1 സെയിന്റ് ജെയിംസ് പാർക്ക് എവേ ചെന്ന് ജയിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. സോ ഇന്നലത്തെ മാച്ചിലെ താരവും മാർക്കസ് റാഷ്ഫോർഡാണ്. സോ റാഷ്ഫോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് ഹാഫിൽ ഈവൻ ഈ സീസണിൽ സോഫാർ 5ഓളം മാച്ചുകളായി ബാർസലോണ 5ാമത്തെ മാച്ച് ആയിരുന്നു റാഷ്ഫോർഡിന്റെ. ആള് അധികം ഇമ്പ്രസ് ചെയ്തില്ല. ആള് ക്ലിക്കാവോ നമുക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ആളുടെ വർക്ക് റേറ്റ് പോരാ, ആള് ഫൈനൽ തേർഡിലെത്തിയിട്ട് അല്പം കൺഫ്യൂസ് ആയി നിൽക്കുന്നത്, എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇത് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്നലത്തെ മാച്ചിൽ പുള്ളി ആ ഡൗട്ട്സ് എല്ലാം സെക്കൻഡ് ഹാഫിൽ തീർത്തു വന്നു. ഫസ്റ്റ് ഹാഫിൽ വീണ്ടും ആള് ചില സിറ്റുവേഷനിൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഏറ്റവും നല്ല ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത് റാഷ്ഫോർഡിന്റെ സൈഡിലൂടെയാണ്. റാഷ്ഫോർഡ് 1-on-1 സിറ്റുവേഷൻസിൽ ട്രിപ്പിയർ ആളെ ഡിഫെൻഡ് ചെയ്യുന്നു. ഫൈനൽ തേർഡിലെത്തിയിട്ട് ആൾ ബോൾ വേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റാഷ്ഫോർഡ് വീണ്ടും ഡിസപ്പോയിന്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു സിറ്റുവേഷൻ. ബട്ട് സെക്കൻഡ് ഹാഫിൽ മാൻ റാഷ്ഫോർഡ്, ലുക്ക് അറ്റ് ദിസ്, ജൂൾസ് കുണ്ടയുടെ ക്രോസ് ഇൻ ടു ദ ബോക്സ്, സൂപ്പർ ഹെഡർ. അവിടെ നിന്ന് ആൾ ഹെഡ് ചെയ്ത് കയറ്റുകയാണ് 1-0. അവിടെ തീർന്നില്ല, വീണ്ടും രണ്ടാമത്തെ ആ പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്യുന്നു. പൈലൽ ഡ്രൈവർ ഓഫ് എ ഷോട്ട് ബാറിലിടിച്ച് കയറുകയാണ്. 2-0 ബാർസലോണ ലീഡ് എടുക്കുകയാണ്. അവിടെ നിന്ന് 1-1 ഷോട്ട്. അതിനുശേഷം ആള് ഗെയിമിൽ അങ്ങ് ഫുൾ കൺട്രോളാണ്. ആള് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ടേക്ക് ഓൺ ചെയ്യുന്നു, ആളുടെ കോൺഫിഡൻസ് അപ്പ് ആവുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, ലിങ്കപ്പ് ചെയ്യുന്നു. ആൻഡ് മാർക്കസ് റാഷ്ഫോർഡിനെ സെക്കൻഡ് ഹാഫ് കണ്ട റാഷ്ഫോർഡ് ഉണ്ടല്ലോ, ആ റാഷ്ഫോർഡിന് നമുക്ക് ഈ സീസണിൽ ഒരു 50% മാച്ചുകൾ കിട്ടിയാൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും. വിത്തൗട്ട് എ ഡൗട്ട് ഗെയിം ചേഞ്ചർ ആയിരിക്കും. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആ ഒരു കൺസിസ്റ്റൻസി ഒന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. മാർക്കസ് റാഷ്ഫോർഡ് മാൻ ഒരു 1-1 സൈനിങ് ആയി തന്നെ ഇത് മാറിയിട്ടുണ്ട്. ആൻഡ് ഇന്നലത്തെ മാച്ചിലെ മാൻ ഓഫ് ദ മാച്ചും വിത്തൗട്ട് എ ഡൗട്ട് ഇറ്റ് വാസ് മാർക്കസ് റാഷ്ഫോർഡ്. കിടിലൻ പെർഫോമൻസ്. നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടടുത്ത് പ്രൈസ് കൊടുത്തേ പറ്റൂ. വർക്ക് ലോഡോടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക, ഇമാതിരി മാജിക്സുകൾ പ്രൊവൈഡ് ചെയ്യുക, കുറച്ചുകൂടെ ട്രാക്ക് ബാക്സുകൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. പിന്നെ റാഷ്ഫോർഡ് ഇത് മതി. ആൻഡ് ഗൗതം ഗംഭീർ വാസ് റൈറ്റ് അല്ലേ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഓർ ലയണൽ മെസ്സി, മാർക്കസ് റാഷ്ഫോർഡ് അല്ലേ. സോ അവിടുന്ന് നമ്മൾ മറ്റു കുറച്ച് കാര്യങ്ങൾ ടച്ച് ചെയ്യേണ്ടതുണ്ട്. സോ ഇന്നലത്തെ മാച്ചിലെ നമ്മുടെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം ഇപ്പോൾ സ്ക്രീനിൽ. റാഷ്ഫോർഡ്, റഫീന, ലെവൻഡോസ്കി ഫ്രണ്ട് 3 ആയിട്ടാണ് പോയത്. ഫെർമിൻ ലോപ്പസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് അറൗഹോ, എറിക് ഗാർഷ്യ സാൻചസ് സെന്റർ ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ജെറാർഡ് മാർട്ടിൻ ലെഫ്റ്റ് ബാക്ക് വരും. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും സെയിന്റ് ജെയിംസ് പാർക്കിൽ ഇപ്പോൾ ന്യൂകാസിലെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. അവർ ഗോർഡനെയാണ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പ് ഫ്രണ്ട് സെൻറ്റർ ഫോർവേഡായിട്ട് നിക്കോ ഓൾട്ടമേൻ്റെ ബെഞ്ചിൽ നിന്നാണ് ഇറക്കിയത്. സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെയിന്റ് ജെയിംസ് പാർക്കിൽ ചെന്നിട്ട് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അവരെ കണ്ടെയ്ൻ ചെയ്യാൻ സാധിച്ചാൽ ഓക്കെ, നമുക്ക് ഈ ഗെയിമിലോട്ട് വരാം എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ കാണിച്ചതും. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു എവേ ഫിക്സ്ചർ നമുക്കറിയാം. അവർ ഭയങ്കര ഫിസിക്കലാണ്. ക്രൗഡിൻ്റെ സപ്പോർട്ടോടെ വരുമ്പോൾ അവരുടെ ഗെയിം അപ്പാവും എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. സോ ആദ്യത്തെ ഒരു 15 മിനിറ്റ് ന്യൂകാസിലിൻ്റെ ഡോമിനൻസ് ആയിരുന്നു. മേ ബി ഒരു ലാസ്റ്റ് 10 മിനിറ്റ്സും ആദ്യത്തെ ഒരു 15 മിനിറ്റ് ന്യൂകാസിൽ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ പക്ഷേ അത് കണ്ടെയ്ൻ ചെയ്തു. നമ്മളത് പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്തു. അവർ ചാൻസുകൾ കിട്ടിയില്ല എന്നല്ല, നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം. അല്ലാങ്ക മാർട്ടിനെ ടേക്ക് ഓൺ ചെയ്തൊരു ബോക്സിലോട്ടിട്ട് ഒരു ക്രോസ് അവിടെ അത് മിസ് ചെയ്യുവാണ്. ആര് ഗോർഡൻ അത് കണക്ട് ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി അവിടെ 1-0 ആയത്. അതുപോലെ തന്നെ അപ്പുറത്ത് ബാൺസിന് കിട്ടിയ ഒരു ചാൻസ്, ബാൺസിന് കിട്ടിയ ചാൻസിലോട്ട് വരുമ്പോഴേക്കും അതൊരു ഓഫ് സൈഡ് ആയിരുന്നു. പക്ഷെ അവിടെ ജോൺ ഗാർഷ്യ അത് സേവ് ചെയ്യണം. സോ അവർ നോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യത്തെ 15 മിനിറ്റിനുള്ളിൽ ഒരെണ്ണം അടിക്കൂ എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മൾ പതുക്കെ ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കറിയാം നമുക്ക് ഗെയിമിൻ്റെ ടെമ്പോ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമ്മളെ പോലെ ബോൾ കീപ്പിംഗ് അബിലിറ്റിയുള്ള ഒരു ടീമില്ല വേൾഡ് ഫുട്ബോളിൽ എന്ന് തന്നെ വേണം നമുക്ക് ആർഗ്യൂ ചെയ്യാം. അമ്മാതിരി മിഡ്ഫീൽഡേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ നമ്മൾ പതുക്കെ ഗെയിമിൻ്റെ കൺട്രോൾ കയ്യിലോട്ട് എടുക്കാനായിട്ട് തുടങ്ങി. ആൻഡ് നമ്മൾ ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഈ ടീമിൽ ഫസ്റ്റ് ആ ഒരു ഹാഫിൽ എസ്പെഷ്യലി അവർ ഡോമിനേറ്റ് ചെയ്തപ്പം അറോഹോൻ്റെ പെർഫോമൻസും കുബാർസിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതുണ്ട്. കുബാർസിയുടെ ലീപ്പ് ഒരു രക്ഷയില്ല. ആൻഡ് അറോഹോ ആണെങ്കിൽ ഇന്നലെ 6-5 ഏരിയൽ ബാറ്റിൽസും മറ്റുമൊക്കെ വിൻ ചെയ്യുന്നു. കിടില ടാക്കിൾസും ഇന്റർസെപ്ഷൻസും ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആൻഡ് അറോഹോൻ്റെ ഓൺ ദ ബോൾ അബിലിറ്റിയും കൂടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ്. എന്തുകൊണ്ട് പുള്ളി റോൾസ് റോയ്സ് ഡിഫൻഡർ ആണെന്നുള്ളത് ഇന്നലത്തെ മാച്ചിൻ്റെ പെർഫോമൻസിൽ നിന്ന് ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുള്ളി ഓൺ ദ ബോൾ കമ്പാരിറ്റീവ്ലി ആ സദർ മാച്ചസ് ബെറ്ററും ആയിരുന്നു ഇന്നലെ. അതും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. നിങ്ങൾക്ക് മാച്ചിനിടയിൽ ആൾ കുറച്ച് ടേക്ക് ഓൺസ് ഒക്കെ ചെയ്യുന്നു, കുറച്ച് പ്രോഗ്രസീവ് പാസസും മറ്റുമൊക്കെ ആൾ നടത്തുന്നുണ്ടായിരുന്നു, വിച്ച് വാസ് ഗുഡ് ടു സി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്നലെ ഈവൻ ദോ നമ്മളെക്കാളും ഫിസിക്കൽ അഡ്വാൻറ്റേജ് അവർക്ക് ഓൺ പേപ്പർ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഏരിയൽ ബാറ്റിൽസ് വിൻ ചെയ്തത് നമ്മളാണ്. അവർക്ക് ധാരാളം 12ഓളം അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഫൗളിലൂടെയും കോർണർ കിക്സിലൂടെയും മറ്റുമൊക്കെ അവർ സെറ്റ് പീസ് സിറ്റുവേഷൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്തു. ആ 12ഓളം സെറ്റ് പീസുകൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. മേ ബി ജോലിൻ്റെ കിട്ടിയ ഒരു ഹെഡർ ജസ്റ്റ് വൈഡ് പോയത് ഒഴിച്ചു നിർത്തിയാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. സോ സെയിൻറ്റ് ജെയിംസ് പാർക്കിൽ വന്ന് ന്യൂകാസിലിന് അഗെയിൻസ്റ്റ് ആദ്യത്തെ ഒരു 15 മിനിറ്റ് ആ ടെമ്പോ നമ്മൾ കൺട്രോൾ ചെയ്തു. പിന്നീട് നമ്മൾ ആ ഒരു പ്രഷർ അബ്സോർബ് ചെയ്തു. പിന്നീട് നമ്മൾ പതുക്കെ ഗെയിമിൻ്റെ
കൺട്രോളിലോട്ട് വരുന്ന കണ്ടു. അതിന് വൈറ്റലായ 2 പ്ലേയേഴ്സ് ഫ്രാങ്കി ഡിയോങ് ആൻഡ് പെഡ്രി. സോ അതിലോട്ട് ഞാൻ പറയാം, അതിലോട്ട് പറഞ്ഞു തന്നെ തുടങ്ങിയില്ലെങ്കിൽ ശരിയാകത്തില്ല. ഇന്നലെ മാർക്കസ് റാഷ്ഫോർഡ് അന്യായമായിരുന്നു, എല്ലാമായിരുന്നു. പക്ഷേ പെഡ്രി ആൻഡ് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ പെർഫോമൻസ്, ഫ്രാങ്കി ഡിയോങ് എസ്പെഷ്യലി ഈക്വലി മാൻ ഓഫ് ദ മാച്ച് അർഹിച്ചൊരു പെർഫോമൻസ് ആണ്. കാരണം ഇന്നലെ ഫ്രാങ്കിയും പെഡ്രിയും ജസ്റ്റ് ഗെയിം ഡിക്റ്റേറ്റിങ് മാത്രമല്ല, അവരുടെ അബിലിറ്റി ടു റീഡ് ദ ഡേഞ്ചർ. ഇപ്പം ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കാര്യത്തിലോട് വരുമ്പം കസാഡോയും ബെർണാലും, ഇപ്പോൾ ബെർണാൽ തിരിച്ചു വന്നിട്ടുണ്ട്, ബട്ട് മോർ ദാൻ കസാഡോയുടെ റീസെൻറ്റ് പെർഫോമൻസുകൾ സൂപ്പർവാണ്. സോ ഫ്രാങ്കി ഡിയോങ്ങിനും എനിക്ക് തോന്നുന്നൊരു പ്രഷറുണ്ട്. ഈവൻ ദോ ഹീ ഈസ് ദ സ്റ്റാർട്ടർ, അവിടെ പെഡ്രിയുടെ റോൾ അൺഡിസ്പ്യൂട്ടഡ് ആണ്, അൺടച്ചബിൾ ആണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ ഫ്രാങ്കി ഡിയോങ് നോസ് ഹി ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. ഇപ്പം ചില മാച്ചുകളിൽ ഫ്രാങ്കി ഡിയോങ് ഓഫ് ദ ബോൾ ചില സമയത്ത് സ്ലീപ്പ് ആവാറുണ്ട്, നമ്മളത് കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ മാച്ചിലും ആൾ ഫുള്ളി അവെയറാണ്. ഓൺ ദ ബോൾ നമുക്ക് യാതൊരു ഇഷ്യൂ ഇല്ല, എത്ര വലിയ പ്രഷറാണേലും പുള്ളി അത് ബീറ്റ് ചെയ്തിരിക്കും. അവിടെ ഓഫ് ദ ബോൾ ഇന്നലെ ജോലിൻഡൻ, ഗിമാറസ് ഒക്കെ പോലത്തെ ഫിസിക്കൽ പ്ലേയേഴ്സിനിടയിൽ ആ ഈക്വൽ രീതിയിൽ ആൾ ഫിസിക്കൽ പ്രഷറും കൊടുക്കുന്നുണ്ടായിരുന്നു. മോർ ദാൻ ദാറ്റ് ആളുടെ ഇന്നലത്തെ ഇൻ്റർസെപ്ഷൻസ്, ഇന്നലെ അവർ പാസ് പ്ലേ ചെയ്യുമ്പോഴേക്കും എങ്ങോട്ട് പാസ് പ്ലേ ചെയ്യും, അവരുടെ ഒരു പാസ് ഒരു അല്പം അണ്ടർ ഹിറ്റായ ചാടി വീഴുക. ആളുടെ പൊസിഷനിങ് എസ്പെഷ്യലി ഓഫ് ദ ബോൾ പൊസിഷനിങ് സൂപ്പർബായിരുന്നു ഇന്നലത്തെ മാച്ചിൽ. ഫ്രാങ്കി ഡിയോങ് ധാരാളം ഇൻ്റർസെപ്ഷൻസ് ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ പെഡ്രിയുടെ ഭാഗത്തു നിന്ന്. സോ ഈ 2 പ്ലേയേഴ്സിനെ നമ്മൾ പറയുമ്പോൾ പെഡ്രിയും ഫ്രാങ്കി ഡിയോങ് ഓൺ ദ ബോൾ അബിലിറ്റി അന്യായമാണ്. പക്ഷേ ഇവരെ സുപ്പീരിയർ ആക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവർ മേ ബി ജോലിൻഡനെ പോലെയോ മറ്റും ഒക്കെ ഓടി നടന്ന് ടാക്കിൾസ് ഇട്ടിട്ട് ഫിസിക്കലായി ബോൾ വിൻ ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒപ്പോണൻറ്റിൻ്റെ പാസ് റൈറ്റ് ആയിട്ട് റീഡ് ചെയ്തുകൊണ്ട് ധാരാളം ഇൻ്റർസെപ്ഷൻസും റിക്കവറീസും 2 പേരും മാച്ചിൽ നടത്തുന്നുണ്ട്. 2 പേരും ഹാൻസി ഫ്ലിക്ക് അവരുടെ 2 പേരുടെ ഗെയിമിൽ ആ സംഭവം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഹാൻസി ഫ്ലിക്കിന് മാർക്ക് കൊടുത്തേ പറ്റൂ. മോർ ദാൻ ദാറ്റ് ഈ 2 പ്ലേയേഴ്സിന് മാർക്ക് കൊടുത്തേ പറ്റൂ. ഇത്രയും പെട്ടെന്ന് ആ സംഭവം ഗെയിമിൽ അഡാപ്റ്റ് ചെയ്തതിനും നമ്മൾ അങ്ങോട്ട് മാർക്ക് കൊടുത്തേ പറ്റും. അതുപോലെ തന്നെയാണ് പെഡ്രിമാർ. എന്താണ് ഇപ്പം ഗോർഡൻ പോസ്റ്റ് മാച്ച് എന്ന് പറഞ്ഞു കേട്ടില്ല. ഞങ്ങൾ സിറ്റിക്ക് അഗെയിൻസ്റ്റ് കളിച്ചിട്ടുണ്ട്, ചെൽസിക്ക് അഗെയിൻസ്റ്റ് കളിച്ചിട്ടുണ്ട്, പൊസഷൻ കീപ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ടീമിന് അഗെയിൻസ്റ്റ്. പക്ഷേ ഇമാതിരി രീതിയിൽ പൊസഷൻ കീപ്പ് ചെയ്യുന്ന ഒരു സൈഡിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ആർഗ്യുബിളി ദ ബെസ്റ്റ് സൈഡ് വി ആർ പ്ലേഡ് അഗെയിൻസ്റ്റ് എന്നുള്ള രീതിയിൽ ഗോർഡൻ ആണെങ്കിൽ പോസ്റ്റ് മാച്ച് പറയുന്നത് നമ്മൾ കണ്ടു. ഗോർഡൻ പോലത്തെ ഒരു പ്ലെയർ. പെഡ്രിയെ കുറിച്ച് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പെഡ്രി ഒരു പ്ലെയർ, ബാക്കി എല്ലാവരും അടുത്ത പ്ലെയർ, ആ ഒരു രീതിയിലോട്ട് നമ്മൾ പോകേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. കാരണം എമ്മാതിരി പെർഫോമൻസ് ആണ് ഇന്നലെ പെഡ്രി കൊടുത്തത്. ഇപ്പം പെഡ്രിയുടെ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ പെഡ്രി ആണെങ്കിൽ ഈസിലി ലൈൻ ബ്രേക്കിംഗ് പാസുകൾ പ്രൊവൈഡ് ചെയ്യാണ്, ഇൻ്റർസെപ്ഷൻസ് നടത്തുവാണ് സിമ്പിളായിട്ട്. ആളുടെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും ന്യൂക്കാസിൽ പ്ലേയേഴ്സ് വറീഡാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ന്യൂക്കാസിലിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ്ലി പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ന്യൂക്കാസിൽ യുണൈറ്റഡ് പെഡ്രിയുടെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും അവരുടെ ഷേപ്പ് കംപ്ലീറ്റ്ലി ഡിസോർഗനൈസ്ഡ് ആവുകയാണ്. അവർ ഹെഡ്ലെസ് ചിക്കൻ പോലെ വന്ന് പ്രസ് ചെയ്യുവാണ്, അവർ ഷേപ്പ് പോവാണ്. കാരണം പുള്ളി ഈസിലി 1-2 പ്ലേയേഴ്സിനെയൊക്കെ അങ്ങ് എടുത്തിട്ട്, അതാണ് ഒരു ബോൾ പ്ലേയിങ് മിഡ്ഫീൽഡറിൻ്റെ ഒരു ഗുണം. ആൻഡ് പെഡ്രി പോലത്തെ ഒരു പ്ലെയർ ബോൾ പ്ലേയിങ് മാത്രമല്ല, പുള്ളിയുടെ ഓഫ് ദ ബോൾ വർക്ക് ലോഡും കൂടെ എസ്പെഷ്യലി ഇൻ്റർസെപ്ഷനോടെ വരുമ്പോഴേക്കും ടോപ്പ് ക്ലാസ് ആവുകയാണ്. പുള്ളിയുടെ കാല് ബോൾ കിട്ടുന്നു, പുള്ളി സിമ്പിളായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഇല്ലാത്ത സ്പേസ് പുള്ളി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ 1-2 എത്ര ലൈൻ വേണം അത് ഞാൻ ബ്രേക്ക് ചെയ്ത് പാസ് ചെയ്യാം. ഫൈനൽ തേർഡി വേണോ, മിഡ് തേർഡിൽ നിന്ന് വേണോ, ഫസ്റ്റ് തേർഡിൽ നിന്ന് വേണം, എവിടെ നിന്ന് വേണം, നമ്മളത് ഇട്ട് തന്നിരിക്കും എന്നുള്ളൊരു ഇതാണ് പെഡ്രി പെർഫോമൻസ് കൊടുക്കുന്നത്. പെഡ്രിയുടെ എത്ര പറഞ്ഞാലും എനിക്ക് ഇതാവത്തില്ല പെഡ്രിയുടെ പെർഫോമൻസ്. ഫ്രാങ്കി ഡിയോങ് ഈക്വലി ഇന്നലെ മേ ബി ഫ്രാങ്കി ഡിയോങ് കൂടുതൽ ഇമ്പ്രസ് ചെയ്തെന്ന് പറയാം. പക്ഷേ എന്നാലും പെഡ്രി പറയാതിരിക്കാൻ പറ്റും. എന്നാലും 111 ടച്ചുകളാണ് ആളെടുത്തത്, 84 പാസുകൾ, 91% പാസിംഗ് ആക്യുറസി ഔട്ട് ഓഫ് 92, 84 കംപ്ലീറ്റ് ചെയ്തു, ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 2 ടച്ച് ഇൻ ദ ഓപ്പോസിഷൻ ബോക്സ്, 2 ഔട്ട് ഓഫ് 3 സക്സസ്ഫുൾ ഡ്രിബിൾസ്, 14 പാസസ് ഇൻ ടു ദ ഫൈനൽ തേർഡ്. അതുപോലെ തന്നെ 1 ഔട്ട് ഓഫ് 3 ആക്യുറേറ്റ് ലോങ് ബോൾസ്. ഒരു തവണ പോലും പെഡ്രീനെ ഇന്നലെ ഡിസ്പോസസ് ചെയ്തിട്ടില്ല ആര്, ന്യൂക്കാസിലിൻ്റെ പ്ലേയേഴ്സ്. ജോലിൻഡനും ഗിമാറസും മറ്റുമൊക്കെ ടൊണാലി അടങ്ങുന്ന മിഡ്ഫീൽഡ് 3ക്ക് പെഡ്രീനെ ഡിസ്പോസസ് ചെയ്യാൻ ഇന്നത്തെ മാച്ച് സാധിച്ചിട്ടില്ല. 3 ഔട്ട് ഓഫ് 4 ടാക്കിൾസ് വോൺ, 75% ടാക്ലിംഗ് ആക്യുറസി, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഒരു ക്ലിയറൻസ്, ഒരു ഹെഡർ ക്ലിയറൻസ്, 2 ഇൻ്റർസെപ്ഷൻസ്, 6 ബോൾ റിക്കവറീസ് ബ്രോ. ആൻഡ് 9 ഔട്ട് ഓഫ് 12 ഗ്രൗണ്ട് ഡ്യുവൽസും ആൾ വിൻ ചെയ്തു, 3 ഫൗൾസും ആൾ ഇന്നലത്തെ മാച്ചിൽ വിൻ ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ പെഡ്രി ഗോൺസാലസ് ഒരു മാസ്റ്റർ ക്ലാസ്. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, മാച്ച് ആഫ്റ്റർ മാച്ച് 80 കുറഞ്ഞ ഒരു റേറ്റിംഗ് ഇല്ല, അമ്മാതിരി രീതിയിലാണ് ആൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എമ്മാതിരി പെർഫോമൻസ് ആണ് ആൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, എത്ര പറഞ്ഞാലും ശരിയാകത്തില്ല. ആൻഡ് പെഡ്രി, ഞാനൊരു കാര്യം പറയുകയാണ്, ഈ ഒരു പോക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലേയേഴ്സ് ഓഫ് ഓൾ ടൈം, ആർഗ്യുബിളി ടോപ്പിൽ തന്നെ വരാനായിട്ടുള്ള എല്ലാ കപ്പാസിറ്റിയുള്ള പ്ലെയറാണ്. ആൻഡ് പോൾ സ്കോൾസ് ഒക്കെ പോലത്തെ ലെജൻഡ് വന്നിട്ട് മൈ ഫേവറേറ്റ് പ്ലെയർ എന്നൊക്കെ പോസ്റ്റ് ചെയ്യണം പെഡ്രിനെ കുറിച്ച്.
സോ ഗുഡ് ടു സീ ദാറ്റ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നെയിമാണ് ജോൺ ഗാർഷ്യ മാൻ. നമുക്ക് ഈ ഒരു ഗോൾ കീപ്പർ കിട്ടിയതിന് ശേഷം മാൻ ഹൗ ഇറ്റ് ഫീൽസ്, എത്ര വർഷങ്ങൾക്ക് ശേഷമല്ലേ നമ്മുടെ പോസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആണ്, 1-on-1 സിറ്റുവേഷൻ വന്നാൽ സേവ് ചെയ്യും. ആൻഡ് ആളുടെ കമാൻഡിങ് പവർ ഇൻസൈഡ് ദ ബോക്സ് ബ്രോ. ഈ ഒരു സേവ് നിങ്ങൾ കണ്ടായിരുന്നു, എലാങ്ക ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ഒരു ചാൻസ്, ക്രോസ് ഇൻ ടു ദ ബോക്സ് ആൻഡ് അവിടെ ആ ഒരു ഷോട്ട് ബാൻസിൻ്റെ ആൾ സേവ് ചെയ്യണം. അത് സ്ട്രെയിറ്റ്, ഞാൻ ആദ്യമേ റീപ്ലേ കണ്ടപ്പോൾ ഓക്കെ സ്ട്രെയിറ്റ് പുള്ളിയിലോട്ട് അടിച്ചു, ഇല്ല പിന്നെ റീപ്ലേയിൽ നോക്കുമ്പോഴേക്കും ആളെ കാല് റൈറ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുവാണ്. വാസ് എ സൂപ്പർ സേവ്. അവിടെ നമ്മൾ 1-0 പുറകെ പോകുമായിരുന്നെങ്കിൽ ന്യൂക്കാസിൽ നമ്മളെ വെറുപ്പിച്ചാൽ 1-0 ലീഡ് എടുത്തതിന് ശേഷം സിറ്റ് ബാക്ക് ചെയ്ത് മേ ബി. സോ അതാണ് പറഞ്ഞത്, ആ ഒരു ക്രൂഷ്യൽ സേവ്സ് പുള്ളി നടത്താണ്. ഈവൻ ആ ഓഫ് സൈഡ് സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ കണ്ട് ആ ഒരു സേവ് നടത്തുന്നത് 1-on-1 സിറ്റുവേഷനിൽ ഓഫ് സൈഡ് ആയിരുന്നു, പക്ഷേ എന്നാലും ആളവിടെ സേവ് ചെയ്യണം. ആൻഡ് മോർ ദാൻ ദാറ്റ് പുള്ളിയുടെ കമാൻഡിങ് പവർ ബ്രോ. ഏരിയയിൽ പുള്ളി കോർണേഴ്സും മറ്റുമൊക്കെ വരുമ്പോൾ വന്ന് പഞ്ച് ചെയ്യുന്നു, ക്യാച്ച് ചെയ്യുന്നു. ആൻഡ് പുള്ളിയുടെ പൊസിഷനിങ് ടോപ്പ് നോച്ച്. ഇന്നലെ ആളുടെ കുറച്ച് റൊട്ടീൻ സേവുകളുണ്ട്. സ്ട്രൈറ്റ് അടിച്ചു, ഗോർഡൻ്റെ ലാസ്റ്റ് ഒരു ഷോട്ടൊക്കെ സ്ട്രൈറ്റ് കയ്യിലോട്ട്. ആളുടെ പൊസിഷനിങ് നൈസാണ്. ആ സ്ട്രൈറ്റ് വരുവാണ്, ആൾ ഫംബിൾ ചെയ്യുന്നില്ല, ഒന്നുമില്ല, കോൺഫിഡൻ്റ് ആണ്. ഗ്രൗണ്ട് ബോൾസും വിൻ ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു. അതിന് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ആളുടെ ഡിസ്ട്രിബ്യൂഷനാണ്. ആളുടെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, ആൾ ഡയറക്റ്റ് ലോങ് പോവാണ് നേരെ ലെവൻഡോസ്കിയുടെ കാലിലോട്ട്. അതുപോലെ തന്നെ ഒരു ത്രോയിൻ ആളെടുത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആൾ എഡ്ജ് ഓഫ് ദ ബോക്സ് വന്നിട്ട് നേരെ റാഷ്ഫോർഡിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ലോങ് ആ ഫൈനൽ തേർഡിലോട്ട്, അതായത് മിഡ്ഫീൽഡിന് പുറകെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ ടച്ച് ലൈനിൻ്റെ സൈഡിലായിട്ട് നിൽക്കുന്ന റാഷ്ഫോർഡിൻ്റെ കാലിലോട്ട് പോവാണ്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കിപ്പം കാണാം, ആൾ ക്യാച്ച് ചെയ്യുന്നു, ആ ഒരു ഗ്രൗണ്ട് ബോൾ പക്കയായിട്ട് ഇടുവാണ് എങ്ങോട്ട് റാഷ്ഫോർഡിൻ്റെ കാലിലോട്ട് വീണ്ടും. സോ അതാണ് ആളുടെ ഡിസ്ട്രിബ്യൂഷൻ ടോപ്പ് നോച്ച് ആയിരുന്നു. ഒരു ഗോൾ കീപ്പർ മാൻ, ഹീസ് എ റിയലി ഗുഡ് ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ തന്നെയാണ്. കൂടാതെ ആൾ സ്വീപ്പർ കീപ്പർ റോൾ നൈസായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇന്നലത്തെ മാച്ചിൽ ഫെർമിൻ ലോപ്പസ് ആണ് മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തത്, വിച്ച് വാസ് ഓൾസോ ഫസ്റ്റ് ഹാഫിലോട്ട് വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് ലെവൻഡോസ്കി ഒരു ക്ലോസർ ആയിട്ട് കളിക്കാനായിട്ടുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ കണ്ടൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഫെർമിൻ കൂടുതൽ ലെഫ്റ്റിലോട്ട് പോകുന്ന നമ്മൾ കണ്ടു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ ജെറാഡ് മാർട്ടിൻ വേഴ്സസ് എലാങ്ക, ഇപ്പം 1-on-1 സിറ്റുവേഷൻ ജെറാഡ് മാർട്ടിൻ നല്ലപോലെ കളിക്കുന്നുണ്ട്. ആൻഡ് ഏരിയൽ ബാറ്റിൽസും എല്ലാം ജെറാഡ് മാർട്ടിൻ വിൻ ചെയ്യും. പക്ഷേ ജെറാഡ് മാർട്ടിനെ വെച്ച് നമ്മൾ പിച്ച് സ്ട്രെച്ച് ചെയ്യാം, ബാളിനെ യൂസ് ചെയ്യുന്ന പോലെ പിച്ച് സ്ട്രെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫുട്ട് റേസിലോട്ട് വരുന്ന സിറ്റുവേഷൻ ഇൻ ബിഹൈൻഡ് സ്പേസ് കൊടുത്തിട്ട് ഓടി പിടിക്കാൻ പറഞ്ഞാലോ എലാങ്ക ക്ലിയർലി ഡോമിനേറ്റ് ചെയ്യുക. ബട്ട് 1-on-1 സിറ്റുവേഷൻ പുള്ളി നല്ലപോലെ ഡിഫെൻഡ് ചെയ്യും, സ്പേസസ് ഇൻ ബിഹൈൻഡ് ഇല്ലെങ്കിൽ എസ്പെഷ്യലി. സോ അത് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ആളുടെ സ്ട്രെങ്തിലോട്ട് നമ്മൾ കളിപ്പിച്ചു. അതായത് പുള്ളീനെ നമ്മൾ അധികം ഫോർവേഡിലോട്ട് റൺസ് നടത്താതെ ആ ഒരു ഡിഫൻസീവ് തേർഡിൽ അഥവാ മിഡ് തേർഡിനും ഡിഫൻസീവ് തേർഡിനും കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വിട്ടു. ആൻഡ് ഫെർമിൻ ലോപ്പസ് പലപ്പോഴും ലെഫ്റ്റിലോട്ട് വന്ന് ആ പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. രണ്ട് പ്ലേയേഴ്സിനെ, ഇപ്പോൾ റാഷ്ഫോർഡിനെ ആണെങ്കിലും ജെറാഡ് മാർട്ടിനെ ആണെങ്കിലും അത് ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ ഫെർമിൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു അണ്ടർ റേറ്റഡ് പെർഫോമൻസ് ആയിരുന്നു. ഓൾ ഓവർ ദ പിച്ച് പുള്ളി കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അമ്മാതിരി വർക്ക് ലോഡ് ആൾ പിച്ചിലെടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അവരുടെ ടീമിനെ ഓൾമോസ്റ്റ് ഡിസോർഗനൈസ്ഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫെർമിൻ ലോപ്പസ് വാസ് ഈക്വലി ഗുഡ്. അവർ നൈസായിട്ട് ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആൾ കവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് സെൻട്രൽ ചാനൽസിലും പലപ്പോഴും പെഡ്രിക്കും ഫാർങ്കിക്കും ആൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഫെർമിൻ്റെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പം. ആൻഡ് ജൂൾസ് കുണ്ടയുടെ കാര്യം എടുത്തു പറയണം. ജൂൾസ് കുണ്ടെ വാസ് ടോപ്പ് നോച്ച്. ഇന്നലെ ബാൻസിനെ ആൾ പോക്കറ്റ് ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും. മർഫി ഇറങ്ങിയതിന് ശേഷം ആണെങ്കിലും അധികമായിട്ട് കാര്യമായിട്ടൊന്നും മർഫി അലാങ്കേരോടെ വന്നത് സെക്കൻഡ് ഹാഫിലാണെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വന്നതിന് ശേഷമാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല. വില്ലോക്കിനെ മെറ്റുമൊക്കെ ആണെങ്കിലും ആൾ നൈസായിട്ട് പോക്കറ്റ് ചെയ്തു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ജൂൾസ് കുണ്ടയുടെ. അതുപോലെ തന്നെ അറോഹോ, കുബാർസി ആൻഡ് ജെറാഡ് മാർട്ടിൻ സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫിൽ മോശമല്ലായിരുന്നു, ബട്ട് സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ആൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. കിടിലനായിട്ട് തന്നെ ജെറാഡ് മാർട്ടിനും കളിച്ചു. ആൻഡ് അപ്രണ്ട് ലെവൻഡോസ്കി വാസ് ബിറ്റ് ഓഫ്. ഫെറാൻ ടോറസ് ഇറങ്ങിയതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ അഗ്രഷൻ അപ്രണ്ട് കിട്ടി. സോ ഫെറാൻ ടോറസ് ലെവൻഡോസ്കി അതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. അവർ രണ്ടുപേരും പ്രോപ്പറായിട്ട് തന്നെ അവിടെ മുന്നോട്ട് പോകുന്നൊരു തോന്നലുണ്ട്. ആൻഡ് അവരൊരു ഗോൾ അടിച്ചു ലാസ്റ്റ് മൊമെൻറ്റിൽ. നമ്മളൊരു ചെറിയൊരു ലാപ്സ് ഓഫ് കോൺസെൻട്രേഷനിൽ അവരൊരു ഗോൾ അടിച്ചു ആഡ് ഓൺ ടൈമിൽ. പക്ഷേ എന്നാലും ആഡ് ഓൺ ടൈമിന് തൊട്ട് മുമ്പ്, പക്ഷേ എന്നാലും ആഡ് ഓൺ ടൈമിൽ കാര്യമായിട്ട് അവർക്ക് ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല. നമ്മുടെ ടീമിന് ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തേണ്ടതുണ്ട്. ലാസ്റ്റ് സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇന്നത്തെ മാച്ചിൽ ഇപ്പം എങ്ങനെ പോകും എന്നുള്ളത് നോക്കണമായിരുന്നു, എങ്ങനെ നമ്മൾ ഗെയിം മാനേജ് ചെയ്യുന്നുള്ളത് നോക്കണമായിരുന്നു. നമ്മൾ 0-0 നിൽക്കുമ്പോൾ നമ്മൾ ഓവർ ഡെസ്പറേറ്റ് അല്ലായിരുന്നു. ആൻഡ് രണ്ടാമത്തെ കാര്യം 2-0 ആക്കിയതിന് ശേഷം സാധാരണ നമ്മൾ ഇല്ലാത്ത സ്പേസ് ഓവർ അഗ്രസീവായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ നമുക്കുള്ളത് അന്യായ ബോൾ കീപ്പിംഗ് അബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. ഇല്ലാത്ത സ്പേസ് ഓവർ അഗ്രസീവായി ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മൾ നമ്മുടെ കൺട്രോളിൽ ഗെയിം വെച്ചുകൊണ്ട് അവർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മിഡ്ഫീൽഡേഴ്സ് നമുക്കുണ്ട്, അല്ലെ പ്ലേയേഴ്സ് നമുക്കുണ്ട്. ഹാൻസി ഫ്ലിക്കിന് അറിയാം. ആൻഡ് ലാസ്റ്റ് സീസണിൽ പ്രോബബ്ലി ഈ മാച്ച് ആയിരുന്നെങ്കിൽ നമ്മൾ 2-0 ആക്കിയതിന് ശേഷം വീണ്ടും അഗ്രസീവായിട്ട് 3-0, 4-0 ആക്കാനായിട്ട് പക്ക സ്പീഡിൽ പേസിൽ കളിക്കാൻ തോന്നും. അത് അവരുടെ കയ്യിലോട്ട് ചെന്ന് വീഴും. പക്ഷെ ഇന്നലെ നമ്മൾ എന്താ ചെയ്തു? ബോൾ കീപ്പ് ചെയ്തു ഗെയിം കൺട്രോൾ ചെയ്തു.
അതായത് അവർക്ക് ബോൾ കൊടുത്തിട്ട് നമ്മൾ ലോ ബ്ലോക്ക് ഇട്ട് ഡിഫെൻഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. ഇന്നലെ ചെയ്തത് കറക്റ്റ് തിങ്ങാണ്. നമ്മൾ 2-0 ലീഡ് എടുത്തു, കൺട്രോൾ ചെയ്ത് പാസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ്, നമുക്ക് കൂടുതൽ ഓടേണ്ട വരുന്നില്ല. പ്ലേയേഴ്സ് കൂടുതൽ ഫ്രഷറാണ്. എല്ലാവരും പറഞ്ഞൊരു കാര്യമുള്ളൂ, ഇന്നലെ ബാർസലോണയുടെ ലാസ്റ്റ് മൊമെന്റ്സിലാണെങ്കിലും കൗണ്ടർ പ്രസ് എന്താ അടിപൊളി, അല്ലെ പ്രസിംഗ് സ്ട്രക്ചർ എന്താ അടിപൊളിയാണ്. വൺ ഓഫ് ദി റീസൺ എന്താണ്, ഓരോ 5 മിനിറ്റിലും ലാസ്റ്റ് സീസണിൽ പ്രോബബ്ലി നമ്മൾ എസ്കോളിനും ക്വിക്കറായിട്ട് ബോൾ മൂവ് ചെയ്ത് ഓരോ 5 മിനിറ്റിലും മേ ബി 2-3 ഡിഫൻസീവ് ട്രാൻസിഷൻ വരുന്ന സിറ്റുവേഷനിൽ ഇന്നലെ നമ്മൾ ഓരോ 5 മിനിറ്റിലും ഒരു ഡിഫൻസീവ് ട്രാൻസിഷനോ ആ ഒരു എക്സാമ്പിൾ പറയാൻ ആവറേജ് അത്രയും വന്നിട്ടുള്ളൂ. കാരണം നമ്മൾ മെജോറിറ്റി ഓഫ് ദ ടൈം ബോൾ കീപ്പ് ചെയ്യുകയാണ്. മേ ബി അവർ ബോൾ വിൻ ചെയ്യുമ്പം ആ ഒപ്പോണൻസ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ കൂടുതൽ പ്രഷറാണ്. കാരണം ലാസ്റ്റ് 3 or 4 മിനിറ്റ്സ് നമ്മുടെ കൺട്രോളിലായിരുന്നു ബോൾ. പ്ലേയേഴ്സിന് അധികം പിച്ച് കിടന്ന് ഓടേണ്ട വന്നിട്ടില്ല. നമ്മളാണെങ്കിൽ കൺട്രോൾ ചെയ്ത് നമ്മുടെ ടെമ്പോയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് ആ ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുകയാണ്. സോ ബോൾ യൂസ് ചെയ്യുമ്പോഴേക്കും കൂടുതൽ പ്രഷറാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് അഗ്രസീവ്ലി പ്രസ് ചെയ്യാൻ സാധിക്കും. സോ വി ഹാവ് ടു യൂട്ടിലൈസ് ദാറ്റ്. നമുക്കുള്ള കയ്യിലുള്ള ഇമാതിരി ബോൾ പ്ലേയിങ് അബിലിറ്റി ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ ബോൾ കീപ്പ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴേക്കും ഈവൻ നമ്മൾ ബോൾ ലൂസ് ചെയ്താലും പ്രസ് ചെയ്യാനായിട്ട് നമ്മുടെ പ്ലേയേഴ്സ് കൂടുതൽ ഫ്രഷറായിരിക്കും, കൂടുതൽ അഗ്രസീവായിട്ട് കൂടുതൽ ഫ്രഷറായിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഇന്നലെ കണ്ട്. ആ ഒരു ഗോൾ കൺസീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ വി വെർ ഗുഡ്. സെക്കൻഡ് ഹാഫ് ഓവറോൾ വി വെർ സൂപ്പർ. മേ ബി നമ്മൾ 2-0, 3-0, 4-0, 5-0 ആക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഹാഫ് ചാൻസുകൾ ഫൈനൽ തേർഡിൽ എത്തിയതിനു ശേഷം നമ്മൾ ഇന്നലെ അധികം ക്ലിനിക്കൽ അല്ലായിരുന്നു. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്സ് വെർ ബാഡ്. റഫീനാണ് ഇന്നലത്തെ മാച്ചിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത പ്ലെയർ ഇൻ ദാറ്റ് പിച്ച്. 4 ചാൻസുകൾ. റഫീന നൈസായിട്ട്, റഫീനയുടെ പ്രസ്സിംഗ് ഒക്കെ സൂപ്പർബാണ്. മേ ബി ഫൈനൽ തേർഡിൽ റഫീന ആണെങ്കിലും റാഷോഡ് ആണെങ്കിലും കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവുകയാണെങ്കിൽ ഇന്നലെ മേ ബി ഒരു 3-0, 4-0 ആക്കായിരുന്നു. ഈവൻ ഫെർമിന് നല്ലൊരു ചാൻസ് കിട്ടിയതാണ്, ഷോട്ട് അടിച്ച് നമ്മൾ കളയുന്നതാണ് നമ്മൾ കണ്ടാണ്. സോ ചാൻസുകൾ ഉണ്ടായിരുന്നു ഈ 2-0 ആക്കിയതിന് ശേഷം 3-0, 4-0 ആക്കാനായിട്ടുള്ളത്. അത് എന്ന് പറയുന്നത് നമ്മൾ ഓവർലി കമ്മിറ്റ് ചെയ്ത് അഗ്രസീവായി 3-0, 4-0 ആക്കുമല്ല, നമ്മൾ ബോൾ കീപ്പ് ചെയ്ത് അവർ 2-0 അവർക്കാണ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യേണ്ടത്. കാരണം അവർക്ക് തിരിച്ചടിക്കണം. സോ സ്പേസുകൾ ഓപ്പൺ ആവും. സ്പേസുകൾ ഓപ്പൺ ആയിരുന്നു. സോ നമ്മളത് കൺവേർട്ട് ചെയ്തില്ല. മേ ബി 2-1 ഇന്നലെ മേ ബി ആ 2-2 ആക്കുമായിരുന്നെങ്കിൽ നമ്മൾ ഇത് പറയത്തില്ലായിരുന്നു. നമ്മൾ നേരെ തിരിച്ചു പറഞ്ഞാൽ ആ ചാൻസുകൾ എന്തുകൊണ്ട് കൺവേർട്ട് ചെയ്തില്ല എന്ന് നമ്മൾ ചോദിച്ചാൽ. പക്ഷെ എന്നാലും ഇന്നലത്തെ നമ്മുടെ ഓവറോൾ ഗെയിം പ്ലേ, ഇന്നലെ നമ്മൾ കാണിച്ച സംഭവം, ഈവൻ 2-0 ലീഡ് എടുത്തതിന് ശേഷം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത രീതി വിച്ച് വാസ് ഗുഡ്. റിയലി ഗുഡ്. നമ്മൾ പ്രൊട്ടക്ട് ചെയ്തത് ഇതാണ് ഹാൻസി ഫ്ലിക്ക് ചാമ്പ്യൻസ് ലീഗിൽ എസ്പെഷ്യലി ഇങ്ങനത്തെ ടഫ് എവേ ഫിക്സ്ചറുകളിലൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ സീസൺ നല്ല പ്രതീക്ഷയുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് ഈ മാച്ചിലുള്ള ഓവറോൾ ഒപ്പീനിയൻ എന്ന് പറയാം. നിങ്ങളുടെ ഒപ്പീനിയൻസും മറ്റുമൊക്കെ രേഖപ്പെടുത്തും. ആരാണ് നിങ്ങളെ ഏറ്റവും ഇമ്പ്രസ് ചെയ്ത പ്ലെയർ? റാഷ്ഫോർഡ് മിന്നിക്കോ എന്നുള്ളൊരു ഒപ്പീനിയോടെ പറയുക, അതോ റാഷ്ഫോർഡിൻ്റെ വെടി ഈ മാച്ചോട് തീരും? എനിക്ക് തോന്നുന്നു റാഷ്ഫോർഡിന് കോൺഫിഡൻസ് കിട്ടി, ഇനി ആൾ മിന്നിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. സോ അവിടെ നമ്മൾ സിറ്റി വേഴ്സസ് നാപ്പോളി മാച്ച് ഒന്ന് ടച്ച് ചെയ്യണം. സോ മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ 2-0 കംഫർട്ടബിൾ വിക്ടറി ഇന്നലെ നാപ്പോളിക്ക് അഗെയിൻസ്റ്റ് നേടുന്നതുണ്ട് എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ. കെവിൻ ഡി ബ്രൂന തിരിച്ച് എത്തിഹാടി വന്ന മാച്ച് കിടിലൻ വെൽക്കം ആൾ കൊടുത്തത്. പക്ഷേ ആളെ 17-ാം മിനിറ്റിൽ ആളെ സബ് ചെയ്ത് മാറ്റി. കാരണം ഡി ലോറൻസോയ്ക്കാണെങ്കിൽ റെഡ് കാർഡ് കിട്ടി. ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ദ മാച്ചും സിറ്റി നാപ്പോളി 10 പേരുമായിട്ടാണ് കളിച്ചാൽ. കംപ്ലീറ്റ് ഡോമിനേഷൻ ഫ്രം മാൻ സിറ്റി ആയിരുന്നു. 23 ഷോട്ട് എടുത്ത് 8 ഓൺ ടാർഗറ്റ്. അപ്പുറത്ത് അവർക്ക് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, ഒരു ഷോട്ടേ എടുത്തുള്ളൂ, അതുകൊണ്ട് ടാർഗറ്റും വരുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ആകപ്പാടെ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു ഓവറോൾ നോക്കാനായിട്ടാണെങ്കിൽ നാപ്പോളിയുടെ. എസ്പെഷ്യലി അവർ 10 പേരായതിനു ശേഷം അവരുടെ മിലങ്കോവിച്ച് സാവിച്ച് എന്ന് പറയുന്ന സെർബിയൻ ഗോൾ കീപ്പർ, പുള്ളിനെയാണ് മെറിറ്റിന് മേലിനെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ആൾ 6ഓളം സേവുകൾ നടത്തി. ആളില്ലായിരുന്നെങ്കിൽ മേ ബി കുറച്ചുകൂടെ ഹ്യൂമിലിയേഷൻ ആണ്. ആൻഡ് 2 ഗോളുകൾ എർലിംഗ് ഹാലണ്ടും ഡോക്കുമാണ് സ്കോർ ചെയ്തത്. ആൻഡ് എർലിംഗ് ഹാലണ്ട് 50 ഗോളായിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ 49 കളികളിൽ നിന്നും. ആൻഡ് റെക്കോർഡാണ് ഫാസ്റ്റസ്റ്റ് ടു റീച്ച് 50 ഗോൾസ് ഇൻ ചാമ്പ്യൻസ് ലീഗ്. മോർ ദാൻ 1 ഗോൾ പെർ മാച്ച്, അതും ചാമ്പ്യൻസ് ലീഗിൽ. ഞാൻ പറയുന്നത് എർലിംഗ് ഹാലണ്ടിന് ഡിസർവ് ചെയ്യുന്ന ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ഈ ഹാലണ്ട് അല്ലേ, പുള്ളി ടെക്നിക്കലി അത്ര അതല്ല ഇതല്ല, ബട്ട് മാൻ ദ നമ്പേഴ്സ് സ്പീക്സ് ഫോർ ഹിംസെൽഫ് അല്ലേ. സോ നമ്മൾ നോർവേക്ക് വേണ്ടി ആൾ ഗോൾ അടിച്ചു കൂട്ടുമ്പോൾ ഓക്കെ, പുള്ളി കളിക്കുന്ന ചെറിയ ടീമുകൾക്ക് അഗെയിൻസ്റ്റ് ആണ്. ലീഗിൽ അടിച്ചു കൂട്ടുമ്പോൾ സിറ്റി അവിടെ ഒരു ഡോമിനന്റ് ടീമാണ്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ചാമ്പ്യൻസ് ലീഗ്, ലുക്ക് അറ്റ് ദിസ് ബ്രോ. ഈവൻ ലീഗിലാണെങ്കിലും സിറ്റി ലീഗിലാണെങ്കിലും സിറ്റി അന്യായമായിട്ട് ഇപ്പം ലാസ്റ്റ് സീസണിലൊക്കെ ആണെങ്കിലും ഹാളൻ്റെ നമ്പേഴ്സ്, ഈവൻ ദോ ഹാളണ്ടിന് അതൊരു പ്രട്ടി ആവറേജ് അല്ലെ മോശം സീസൺ എന്ന് പറഞ്ഞാലും പല സ്ട്രൈക്കേഴ്സിന് അതൊരു ഡ്രീം സീസണാണ് ഹാളണ്ടിൻ്റെ ലാസ്റ്റ് സീസണിലെ നമ്പേഴ്സൊക്കെ. സോ എർലിംഗ് ഹാലണ്ട് ഒന്നും പറയാനില്ല. വാനിസ്ട്രോ ആയിരുന്നു ഇതിനു മുമ്പ് 62 കളിയിൽ നിന്ന് 50 ഗോൾ എത്തിച്ചത്. ആളുടെ പേരിലായിരുന്നു റെക്കോർഡ്. പക്ഷെ അതിപ്പം ഹാളണ്ട് 49 കളിയിൽ നിന്ന് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഫോഡൻ്റെ കാര്യം പറയണം. ഫോഡൻ കഴിഞ്ഞ ഡെർബിയിലും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ഇന്നലത്തെ മാച്ച് മാൻ ഓഫ് ദ മാച്ച് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു ഫിൽ ഫോഡൻ്റെ. മേ ബി ഫോഡൻ കമ്മിങ് ബാക്ക് ടു ഫോം. മാൻ സിറ്റി കുസനോവനെ റൈറ്റ് ബാക്ക് കളിപ്പിക്കുന്നു. ഗോർഡിയോൾ കമ്മിങ് ബാക്ക്. ലുക്സ് ലൈക്ക് മാൻ സിറ്റി ഈസ് ഗെയിനിങ് മൊമെൻറ്റോ അല്ലേ. സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ ആ മാച്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഇന്നലെ വേറെ കുറച്ച് മാച്ചുകൾ നടന്നു. അൻസു ഫാറ്റി ഗോൾ സ്കോർ ചെയ്തെങ്കിലും മൊണോക്കോയ്ക്ക് ജയിക്കാൻ പറ്റിയില്ല. മൊണോക്കോനെ ക്ലബ് ബ്രൂ 4-1 തോപ്പിച്ചിട്ടു.
ഫ്രാങ്ക്ഫർട്ട് ഗ്യാലട്ടസറൈനെ 5-1 തകർത്തു വിട്ടിട്ടുണ്ട്. ട്രിൻകാവോ ഡബിൾ അടിച്ച മാച്ചിൽ സ്പോർട്ടിംഗ് 4-1 കൈറാത്തിനെ തോപ്പിച്ചിട്ടുണ്ട്. കോപ്പൻഹേഗൻ ലെവർകൂസൻ 2-2 സമനിലയിൽ പിരിയുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഇതൊക്കെയാണ് ഇന്ന് നടന്ന മാച്ചുകളും മറ്റുമൊക്കെ. സോ നിങ്ങളുടെ ഓവറോൾ ഒപ്പീനിയൻ പറയാം. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.